നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മിലി കട്ടിൽ നിന്ന് എഴുന്നേറ്റൊന്ന് അവളോട് ചൂടായി. വയ്യടി, പുറകെ നടന്നു വേണ്ട. ഇനിയും അത് തന്നെ പറയുന്നില്ല, ഞാൻ പോവാ. ആവി പുറത്തേക്ക് ഇറങ്ങി കണ്ണുകൾ അമർത്തി തുടച്ചുമ്മറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട് ഏതോ ദിശയിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ആൽബിയെയും ലാപ്പിൽ എന്തോ പണി ചെയ്യുന്ന ആദിയെയും. ആബി അവർക്ക് മുഖം കൊടുക്കാതെ പടികൾ ഇറങ്ങാൻ തുനിഞ്ഞപ്പോൾ പുറകിൽ നിന്ന് ആദി വിളിച്ചു. ആബി ശ്വാസം ഒന്ന് എടുത്ത് ചുണ്ടിൽ ഒരു പുഞ്ചിരി പതിപ്പിച്ച് തിരിഞ്ഞു നോക്കി. എന്തൊറ്റി നിനക്ക്? വയ്യേ? ആദ്യം അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ഏട്ടായി, ഒരു തലവേദന. ഒരു മങ്ങിയ പുഞ്ചിരിയാലെ ആബി പറഞ്ഞു കേട്ട് ആദ്യം അവളെ സൂക്ഷിച്ചു നോക്കി. പോലീസുകാരനോട് കളവ് പറയണോ മോള്? ഏട്ടായിയോട് കാര്യം പറ, അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. നമ്മൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ ജീവിതത്തിൽ നിൽക്കണ്ടല്ലോ, സ്വയം ഇറങ്ങി പോകുന്നതല്ലേ നല്ലത്. അപ്പം പറഞ്ഞിട്ടുണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന്. ആബി ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ആബി ഒരു മങ്ങിയ ചിരി ചിരിച്ചു. അവനെന്തെങ്കിലും പറഞ്ഞോ നിന്നെ? ആദ്യ ശബ്ദത്തിന്റെ കനം കൂടി. ഇല്ല ഏട്ടായി, അങ്ങനെ ഒന്നുമില്ല. ആൽബിച്ചായനൊന്നും പറഞ്ഞില്ല, എല്ലാം ഞാനാണ് പറഞ്ഞ്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ലോകമെന്നും ഭ്രാന്തനെന്ന മുദ്ര കുത്തിയിട്ടേ ഉള്ളൂ. ആൽബി പറയുന്നൊന്നും ആദിക്ക് മനസ്സിലായില്ലെങ്കിലും ആൽബിയുമായി എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു. ഞാൻ പോട്ടെ, അമ്മ കാത്തു നിൽക്കും. ആൽബി അവിടെ നിന്ന് ഇറങ്ങിയോടി. കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആദ്യ ആൽബിയുടെ മുന്നിൽ വന്നിരുന്നു. ആൽബി അവന് മുഖം കൊടുക്കാതെ മുഖം തിരിച്ചു. എന്താ ഉണ്ടായത്? ആദ്യ ചോദ്യം കേട്ട് ആൽബി അവനെ നോക്കി. ഒന്നുമില്ല. കൂസലില്ലാതെയാണ് അവന്റെ സംസാരമെങ്കിലും ആ ശബ്ദത്തിലെ ഇടർച്ച ആദ്യം മനസ്സിലാക്കിയിരുന്നു. എടാ, നിനക്കവളെ ചാച്ച. ആദ്യം എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് അകത്തുനിന്ന് മിലി ഇറങ്ങി വന്നത്. മിലി അവന്റെ മുന്നിൽ വന്ന് നിന്നു. മുഖത്ത് പതിവിലും ദേഷ്യമുണ്ടായിരുന്നു. എന്റെ ആബിയെ കരച്ചിട്ട് ഇവിടെ വന്നിരിക്കാണോ? മോളെ, അങ്ങനെ ഒന്നില്ല. വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണോ? അവൾ ചെയ്ത തെറ്റ് പണ്ടും കൊണ്ട് ഉള്ളിൽ കൊണ്ട് നടന്നതാ. ഓരോ പ്രാവശ്യം നിങ്ങൾ അവളെ വഴക്ക് പറയുമ്പോൾ ആട്ടി പിടിക്കുമ്പോഴും അവൾ ചിരിച്ചു നിൽക്കും. പിന്നെയും പിന്നെയും നിങ്ങളുടെ പുറകിൽ വരും. എത്ര ചിരിച്ചു നിന്നാലും അവളെ ഉള്ളു വേദനിക്കുന്ന എനിക്ക് കാണാൻ പറ്റും. ഒരിത്തിരി സ്നേഹം അവൾ ചോദിച്ചുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ആബിയല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് വേറെ ഏതെവളെങ്കിലും കൊണ്ടുവന്ന അമ്മച്ചാണേ നേര് ഞാൻ എന്തെങ്കിലും ചെയ്യും. അതിൻ്റെ പേര് ജയിലിൽ പോയാലും എനിക്കൊന്നുമില്ല. അന്തസ്സായി ഞാൻ വേണം അതും ചെയ്യും. മിലി പറഞ്ഞു കേട്ട് ബാക്കി 3 പേരെയും കണ്ണ് ഇപ്പം താഴെ വരുമെന്നായിട്ടുണ്ട്. സോണിയല്ല, ഏത് കോണി വന്നാലും ഞാൻ സമ്മതിക്കില്ല. ആബിയെ ചാച്ചിനെ ഇത്തിരി പോലും സ്നേഹിക്കാൻ പറ്റില്ലേ? എൻ്റെ ആബി പാവല്ലേ? അത്രയ്ക്ക് ചാച്ചിനെ അവൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ അവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. എൻ്റെ ഉള്ളിൽ കാണാൻ ഇവിടെ ആരുമില്ലേ? ആൽബി എല്ലാവരോടും ദേഷ്യത്തിൽ പറഞ്ഞ് ബൈക്കിൻ്റെ ചാവി എടുത്തും മുറ്റത്തേക്ക് ഇറങ്ങി. പുറകിൽ നിന്ന് ആദ്യം വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവൻ ബൈക്ക് എടുത്തു പോയി. മിലിക്ക് എല്ലാം കൂടെ കേട്ട് വട്ടാവുമെന്ന് തോന്നിയതുകൊണ്ട് അവൾ ആബിയുടെ അടുത്തേക്ക് ചാടി തുള്ളിപ്പോയി. ആമിയാണെങ്കിൽ ഒന്നും പറയാതെ അകത്തേക്ക് കയറി. ആദ്യം അവളുടെ പുറകെ പോയി നോക്കി. നടുമുറ്റത്തെ പടവിൽ ഇരുന്നു ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇനി നിനക്കെന്താ? ആദ്യം അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ആൽബിച്ചായൻ ആബി ഒരിക്കലും ഇഷ്ടപ്പെടില്ലേ? നിറഞ്ഞ കണ്ണുകളോട് ആദ്യയോട് ചോദിച്ചപ്പോൾ അവൻ എന്ത് മറുപടി പറയണം എന്നോർത്ത് വലഞ്ഞു. ആൽബിച്ചായൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ല ആദ്യേട്ടൻ, അപ്പം എല്ലാ കാര്യവും ഷെയർ ചെയ്യില്ലേ? ആൽബിച്ചായൻ്റെ മനസ്സിൽ ഒരു തുള്ളി പോലും ആബിയില്ലേ? ആബി ചോദിച്ചതിന് ആദ്യമൊന്നും പറഞ്ഞില്ല. പറ ആദ്യേട്ടാ, എനിക്കറിയില്ല. ആ ഒരു കാര്യം ചോദിക്കുമ്പോഴെല്ലാം അവൻ ഒഴിഞ്ഞു മാറും. അവൻ്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, അവൻ്റെ മനസ്സിൽ വേറെ ആരുമില്ല, ഇനി ഉണ്ടാവുകയില്ല. ആദ്യം അത് പറഞ്ഞ് ഉമ്മറത്തേക്ക് നടന്നു. ആമി അവിടെ തന്നെ ഇരുന്നു. മുറ്റത്തൊരു കാർ വന്നു നിന്നതിൻ്റെ ശബ്ദം കേട്ട് അവൾ ഉമ്മറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ക്രിസ്റ്റിയാണ്. ആൽബിക്ക് എന്ത് പറ്റി? ചാരുപടിയിലിരിക്കുന്ന ആദ്യയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ചെറിയൊരു ആവശ്യത്തിന് അവനെ വിളിച്ചതായിരുന്നു. എന്നോട് ഇങ്ങോട്ട് കലിപ്പായി. സമാധാനത്തിൽ ചോദിച്ചപ്പോൾ എല്ലാം പോയി എന്ന് പറഞ്ഞ ശബ്ദം. ആമി, നീ പോയി ക്രിസ്റ്റിക്ക് ചായ എടുക്ക്. ക്രിസ്റ്റി പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് ആദ്യ ഇടയിൽ കയറി ആമിയോട് പറഞ്ഞു. അവൾ അകത്തേക്ക് കയറിയെന്ന് ഉറപ്പിച്ചതിന് ശേഷം ആദ്യ ക്രിസ്റ്റിയെ നോക്കി. അവര് വട്ടാണ്, ആ കൊച്ചിനെ വെറുതെ കരയിപ്പിക്കാൻ. ഉള്ളിലുള്ളത് തുറന്ന് പറഞ്ഞാൽ മതി. ആദ്യ അരിശത്തോട് പറഞ്ഞു. ഇപ്പൊ എല്ലാം പോയി എന്ന് പറഞ്ഞ് കരഞ്ഞാൽ മതിയല്ലോ. അങ്ങേര് പണ്ടെങ്ങാണ്ട് എന്തോ പറഞ്ഞു ഇവൻ ഇങ്ങനെ ഉള്ളിലിട്ട് നടക്കണോ? ഇപ്പൊ അതൊന്നും അങ്ങേർക്ക് പോലും ഓർമ്മ കാണില്ല. മാർട്ടിൻ സാറാണ് അവനെല്ലാം. അപ്പൊ പിന്നെ അവനെ കുറ്റം പറയാനും പറ്റില്ല. എനിക്കാണെങ്കിൽ ആ കാര്യം എന്താണെന്ന് അറിയാനായിട്ട് എന്തോ പോലെയാണ്. നമ്മളോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടായേനെ. അതവന് പറയാൻ തോന്നുമ്പോൾ പറയട്ടെ, നമ്മളത് ചോദിക്കാൻ നിൽക്കേണ്ട. ആദ്യം അത് പറഞ്ഞ് നിർത്തുമ്പോഴാണ് മിലി അവിടേക്ക് വന്നത്. ചാച്ചൻ വന്നു. പടി കയറി ഉറച്ച ശബ്ദത്തോടെ ആദ്യയോട് ചോദിച്ചു. ഇല്ല, എന്തേ? എനിക്ക് വീട്ടിൽ പോകണം. അതിനവിടെ ആരുമില്ല. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഇവനാ വഴിയാവും, നിന്നെ വീട്ടിൽ കൊണ്ടുവിടും. ആദ്യ ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു. അയ്യണം മോനെ,
ഇതിനെയും കൊണ്ട് ഞാൻ പോവേ, നടക്കില്ല. ക്രിസ്റ്റി പറഞ്ഞു കേട്ട് മിലിക്ക് ദേഷ്യം വന്നു. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് നിൽക്കുകയാണ്. ഇനി എന്നോട് കളിക്കല്ലേ, മരക്കിനെ വീട്ടിൽ കൊണ്ട് വിട്ടോ. ആമി ചാടിത്തുള്ളി അകത്തേക്ക് കയറി. അപ്പോഴാണ് ആമി ചായയും കൊണ്ട് വരുന്നത്. ക്രിസ്റ്റിക്ക് ചായ കൊടുത്തു. ഇത്തിരി നേരം അവനോട് കുശലം ചോദിച്ചു അവൾ അകത്തേക്ക് നടന്നു. എന്താടി? ആമി എന്തെങ്കിലും പറഞ്ഞു? അടുക്കൽ നിന്ന് വെള്ളം കുടിക്കുന്ന മിലിയുടെ പുറകെ ചെന്ന് ആമി ചോദിച്ചു. എവിടെ? കരച്ചിൽ തന്നെയാണ്. ഇനി പുറകെ പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമാധാനിപ്പിക്കാൻ നോക്കി. അവസാനം സായി കിട്ടി ഞാൻ ദേഷ്യം പിടിച്ച് ഇങ്ങ് പോന്നു. ആമി, ഞാൻ ഇറങ്ങാണ്. എന്റെ കൂടെ വരുന്നുണ്ടെങ്കിലേ ആ സായനത്തോണ്ട് വേഗം ഇറങ്ങാൻ പറ. ക്രിസ്റ്റി ഉമ്മറത്തിന്ന് വിളിച്ചു പറയുന്ന കേട്ട് ആമിക്കൊന്നും മനസ്സിലായില്ല. സാധനം നിങ്ങളുടെ മെറ്റവള്, മിലി പതുക്കെ പറഞ്ഞു. മിലി വേഗം ഉമ്മറത്തേക്ക് നടന്നു. അവരുടെ യാത്ര പറഞ്ഞ് ക്രിസ്റ്റിയും മിലിയും കാറിൽ കയറി. കൈകെട്ടി കാറിലിരിക്കുന്ന മിലിയിലേക്ക് ക്രിസ്റ്റിയുടെ കണ്ണുകൾ പല ആവർത്തി കടന്നു ചെന്നു. എന്തിനെങ്ങനെ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്നത്? ക്രിസ്റ്റി ചോദിച്ചു കേട്ട് മിലി അവനെ സൂക്ഷിച്ചു നോക്കി. പറയടോ. ഒന്നുമില്ല. ക്രിസ്റ്റി ഒന്നുകൂടെ ചോദിച്ചപ്പോൾ മിലി വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. സോറി, അന്ന് ഞാനും ശ്രദ്ധയില്ലാതെ വന്നുകൊണ്ടാണ് തലയിടിച്ചത്. ഡ്രൈവിങ്ങിന്റെ ഇടയിലൂടെ ക്രിസ്റ്റി പറഞ്ഞു കേട്ട് മിലിയുടെ ചുടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ഇനി എങ്കിലും എന്തെങ്കിലും പറ. ഇതൊരുമാതിരി അവാർഡ് പടം പോലെ. നിങ്ങളെ കാണുമ്പോൾ മുതൽ നെഞ്ച് പടപട ഇടിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയാനാ മനുഷ്യ? ഇത് എന്തിനാണ് അവ കിടന്ന് ഡപ്പാങ്കുത്ത് കളിക്കുന്നത്? മിലി മനസ്സിലോർത്തുകൊണ്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ ആരാണ്, എന്താണ് എന്നൊക്കെ അറിയോ? ഓ അറിയാം, ക്രിസ്റ്റി എന്നല്ലേ പേര്. ആമി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാച്ചൻ്റെ ഫ്രണ്ടാണ്, അതൊക്കെ അറിയാം. ബെസ്റ്റ്. അത് മാത്രമേ അറിയുള്ളല്ലേ? എന്നിട്ടാണോ എൻ്റെ കൂടെ കയറി പോകുന്നത്? അത് ആദ്യമായിട്ടും പറഞ്ഞുകൊണ്ടല്ലേ. പിന്നെ ഇതിലും കൂടുതൽ എന്തറിയാനാണ്? അപ്പൊ അത്ര അറിഞ്ഞാൽ മതിയോ? ഓ മതി, അതൊക്കെ തന്നെ ധാരാളം. മിലി പറഞ്ഞു കേട്ട് ക്രിസ്റ്റി മറ്റൊന്നും പറഞ്ഞില്ല. അവളെ വീട്ടിൽ കൊണ്ടുവിട്ട് അവൻ ഓഫീസിലേക്ക് പോയി. ആദ്യം ആമ്യം പിറ്റേന്ന് ഇറങ്ങാനുള്ള തിരക്കിലാണ്. ആമി നേരത്തെ റെഡിയായി. ആദ്യമാണെങ്കിൽ ഓടാൻ പോയി വന്നപ്പോൾ ഇന്ന് നേരം വൈകി. പെട്ടെന്നാണ് കോൾ വന്നത് വേഗം ചെല്ലാൻ. ആമി ഒരു ഹെൽപ്പ് ചെയ്യോ? പടികൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ആമിയെ പുറകിൽ ആദ്യം ഒന്ന് വിളിച്ചു ചോദിച്ചു. എന്താ? എൻ്റെ ഷർട്ടുണ്ട് മുറിയിൽ, അതൊന്ന് അയൺ ചെയ്തു തരുമോ? ആ ഇപ്പം ചെയ്യാം. ആമി അവൻ്റെ യൂണിഫോമിൻ്റെ ഷർട്ടും പാൻറ്റും അയൺ ചെയ്തു വെച്ചു. അവന് പോവാൻ ധൃതി കാട്ടുന്നത് കണ്ട് അവൾ അവന് വേണ്ടി എല്ലാം എടുത്തു കൊടുത്തു. വാച്ച് കയ്യിൽ കൊടുത്തു. അവൾ വേഗം താഴേക്ക് ഇറങ്ങി. ഭക്ഷണം ടേബിളിലെടുത്ത് വെക്കുമ്പോഴാണ് ആദ്യം പടി ഓടി ഇറങ്ങി പുറത്തേക്ക് പോകുന്നത് കണ്ടത്. ആദ്യമായിട്ട് കഴിച്ചിട്ട് പോ, അവൾ അവൻ്റെ പുറകെ ചെന്ന് കൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം, നീ കഴിച്ചിട്ട് ഇറങ്ങിക്കോ. ആദ്യമായിട്ടാ? എന്തെങ്കിലും കഴിക്ക്, എന്നിട്ട് പോവാം. ടൈമില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്. ആദ്യം പടിയിലിരുന്ന് ഷൂ ഇടുമ്പോൾ രഘുവട്ടൻ കാറിലേക്ക് കയറി. ആമി അകത്തേക്ക് കയറി ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നപ്പോഴാണ് ആദിയുടെ ഫോൺ കണ്ടത്. അതെടുത്ത് പുറത്തേക്ക് ഓടി. കാർ മുന്നോട്ട് നീങ്ങുന്ന കണ്ട് അവൾ പുറകിൽ നിന്ന് വിളിച്ചു. പടികൾ ഓടിയിറങ്ങുന്ന ആമിയെ കണ്ണാടിയിലെ കണ്ട് ആദ്യം കാർ നിർത്താൻ പറഞ്ഞു. ഓടി അവൻ്റെ ഡോറിൻ്റെ അടുത്ത് നിന്ന് ഫോൺ കയ്യിലേക്ക് കൊടുത്തു. ഭക്ഷണം കഴിക്കണം കേട്ടോ, മറന്നു പോവല്ലേ, കിതച്ചുകൊണ്ട് പറയുന്ന അവളെ അവനൊരു വേള നോക്കി നിന്നു. പറഞ്ഞു കേട്ടോ, കഴിക്കണേ. ആമി ഒന്നുകൂടെ പറഞ്ഞു. ഹാടി, ഞാൻ കഴിക്കാം, നീ വേഗം ക്ലാസ്സിൽ പോകാൻ നോക്ക്. ആദ്യം അത് പറഞ്ഞു അവൾ വേഗം വീട്ടിലേക്ക് നടന്നു. രഘുവേട്ടൻ അവരുടെ സംസാരം ഒരു പുഞ്ചിരിയാലെ നോക്കി നിന്നു. ആദ്യം വണ്ടി എടുക്കാൻ പറഞ്ഞപ്പോൾ അയാൾ അതേ ചിരിയാലെ മുന്നോട്ട് വിട്ടു. ആമി ഭക്ഷണം കഴിക്കാനിരുന്നെങ്കിലും അവൾക്കത് കഴിക്കാൻ തോന്നിയില്ല. ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ബോറാണ്. ഏതാണ്ടൊക്കെ കഴിച്ചെന്ന് വരുത്തി അവൾ എഴുന്നേറ്റ് കഴുകി പാത്രയ്ക്ക് കഴുകി വാതിൽ പൂട്ടി ചാവിയെടുത്ത് ആബിയുടെ വീട്ടിലേക്ക് നടന്നു. അമ്മച്ചി എവിടെ? അവള് ഉമ്മറത്തിരിക്കുന്ന അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അകത്തുണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ കയ്യിൽ ചാവി കൊടുത്ത് അവൾ അകത്തേക്ക് കയറി. ഇപ്പോൾ അങ്ങനെയാണ്, ചാവി അമ്മച്ചിയുടെ കയ്യിൽ കൊടുക്കും. ആദിക്ക് നേരത്തെ വരേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് ആയി തന്നെ പറഞ്ഞ മാർഗമാണത്. ആമി അകത്തേക്ക് കയറിയപ്പോൾ ആബി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ആദ്യത്തെ പ്രസരിപ്പൊന്നും അവളിലില്ല. മിലി കോളേജിലേക്ക് എത്താമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ വേഗം ഇറങ്ങി. ബസ് സ്റ്റോപ്പിൽ പവയും മിലയും ഉണ്ടായിരുന്നു. 4 പേരും കൂടെ കോളേജിലേക്ക് കടന്നു. രാവിലത്തെ 2 ബസ് കഴിഞ്ഞ് ഇന്റർവെല്ലിന് ക്യാൻറ്റീനിൽ ഇരിക്കുകയായിരുന്നു 4 പേരും. എൻ്റെ പൊന്നാബി, നീ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കല്ലേ, മിലി ദയനീയമായി അവളോട് പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ലടി, നിനക്കും അറിയാലോ ഇച്ചാൻ എനിക്ക് അത്ര ഇഷ്ടമാണെന്ന്. ഇന്നലെ ഒന്ന് വിളിക്കുമെന്ന് ഓർത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു തരി പോലും എൻ്റെ മനസ്സിൽ ഞാനില്ല. നിനക്ക് തോന്നുന്നതാ? കയ്യിൽ 4 കൂൽമിഠായിയുമായി വന്ന ആമി പറഞ്ഞു കേട്ട് 3 അവളെ നോക്കി. ആൽബിച്ചെൻ്റെ മനസ്സിൽ നീയുണ്ട്, അല്ലെങ്കിൽ നീ മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ ആദ്യമായിട്ടും പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ. പക്ഷെ ഇച്ചായനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ട്. നിനക്കിങ്ങനെ മനസ്സിലായി? വലിയ സംശയരൂപേണ ചോദിച്ചു. ആമി ഇന്നലെ ആദ്യം പറഞ്ഞതല്ല പോരാത്തതിന് ഇന്നലെ ക്രിസ്റ്റിയച്ചായ വന്ന് ആൽബിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ്
മുഖത്ത് തിരി പരിഭ്രമമുണ്ടായിരുന്നു. എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ചായ എടുക്കാൻ ആദ്യമായിട്ടും പറഞ്ഞയച്ചു. എല്ലാം കൂടെ നോക്കുമ്പോൾ അങ്ങനെ തോന്നി. 3 പേർക്കും കോലുമുട്ടായി കൊടുത്തുകൊണ്ട് പറഞ്ഞു, അപ്പോൾ അതാണ് കാര്യം. എന്നാൽ ഇപ്പൊ പോകുന്ന പോലെ തന്നെ പോ, അധികം മൈൻഡ് ചെയ്യണ്ട. കുറച്ചങ്ങോട്ട് അവോയ്ഡ് ചെയ്താ ഇങ്ങോട്ട് വന്നാലോ? മിലി ആബിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ആബി അതിന് തലയാട്ടി സമ്മതിച്ചു. ഞാനിപ്പോൾ വരാം. ആബി ഫോണെടുത്ത് ക്യാൻറ്റീൻ്റെ പുറത്തേക്ക് നടന്നു. ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. ഏതോ ഫയൽ നോക്കുന്ന ആദിയുടെ ഫോൺ ശബ്ദിച്ചു. ആരെയൊന്നും നോക്കാതെ അവൻ ഫോൺ ചെവിയോട് ചേർത്തു. ആദിയേട്ടാ? ഹലോ പോലും പറയാനുള്ള ഗ്യാപ്പ് ഇടാതെ അപ്പോഴേക്കും അപ്പുറത്തുനിന്ന് വിളി വന്നു. ആദ്യ ഫയൽ ടേബിളിൽ വെച്ച് ഫോൺ ഒന്നുകൂടെ ചെവിയോട് ചേർത്ത് പുഞ്ചിരിച്ചു. ആ പറ, മീറ്റിംഗ് കഴിഞ്ഞു? ഓ കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചു? ആദ്യം ഒരു കണ്ണടിച്ച് എരിവ് വലിച്ചുകൊണ്ട് വാച്ചിലേക്ക് നോക്കി. ടൈം ഇത്രയൊക്കെ ആയോ? ആദ്യം അറിയാതെ പറഞ്ഞു. അപ്പൊ കഴിച്ചില്ലല്ലേ? ആബി ഗൗരവത്തോട് ചോദിച്ചു. ഇല്ല, ടൈം ഇത്രയായത് അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലേ കഴിക്കണമെന്ന്. ചെറിയ കുട്ടിയാണെന്നാണ് വിചാരം. ജോലി ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? ഒന്നും കഴിക്കാൻ നിന്നാൽ എങ്ങനെയാ ശരിയാവാ? ആമിയുടെ ശകാരം കേട്ട് ആദിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ശരി മാഡം, ഞാൻ കഴിക്കാൻ പോവാണ്. ആദ്യം ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഉറപ്പാണോ? ഹാടി, ഇതാ ഞാൻ ഇറങ്ങാൻ പോവാ. ആ മതി. ആമി പറഞ്ഞു തീർത്ത് ബെല്ലടിച്ചു. അതേട്ടാ ബെല്ലടിച്ചു, ഞാൻ പോവാണേ. കഴിക്കാതെ നിൽക്കല്ലേ? ആമി തിരക്കിട്ട് പറഞ്ഞു. ഇല്ല പോക്കോ, ഞാൻ കഴിച്ചോളാം. ആദ്യം അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ആമി പുറകിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ആരെയോ തട്ടി. അയാളുടെ കയ്യിലെ എന്തോ ഒന്ന് നിലത്ത് വീണു. ചെവി രണ്ടും പൊത്തി കണ്ണുകൾ അടച്ചു. അവൾ നിന്നു. ഉള്ളിൽ നേരിയ ഒരു തരം ഭയം. ഒരു കണ്ണ് തുറന്ന് അവൾ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി. പിന്നെ നിലത്ത് വീണ കിടക്കുന്ന ഗ്ലാസും. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. സോറി ചേട്ടാ, അറിയാതെ പറ്റിപ്പോയതാ. അയാളുടെ മുഖത്ത് നോക്കി വിനയമാവോളം മുഖത്ത് വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. എവിടെ നോക്കിയടി നടക്കുന്നേ? അയാൾ ദേഷ്യത്തോട് ആമയുടെ നേർക്ക് ചീറി. ഞാൻ ഒരു കോള് വന്നു, അറിയാതെ. ഞാൻ കണ്ടില്ല. അവൾ വിക്കി ഓരോന്ന് പറഞ്ഞു. എന്ത് ചേട്ടും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാ പോരെ? തറയിലെ പൊട്ടിച്ചിതറിയ ചായ ഗ്ലാസും അവളെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ ക്യാൻഡിൽ കൂടി നിന്നവരെല്ലാം അവർ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്ന കണ്ട് ആമിക്ക് നാണക്കേട് തോന്നി. ഞാൻ സോറി പറഞ്ഞല്ല ചേട്ടാ. പിന്നെന്തിനാ സോറി പറഞ്ഞ് എല്ലാം അങ്ങോട്ട് മാറുന്നുണ്ടോ? അവൾ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് അവളുടെ അടുത്തേക്ക് അടുത്തുകൊണ്ട് അയാൾ ചോദിച്ചു. സച്ചിൻ എന്താ ഇവിടെ? അപ്പോഴാണ് പരിചിതമായ ഒരു സ്വരം അവളുടെ ചെവിയിൽ മുഴങ്ങിയത്. ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തോട് അവളുടെ അടുത്തേക്ക് നടന്നു വരുന്ന സൂരജിനെ കണ്ട് അവൾ നോക്കി. ഓ, എത്തിയ രക്ഷകൻ. എന്താ കാണുന്നില്ലെന്നോ ഇപ്പോ അങ്ങ് ഓർത്തതേ ഉള്ളൂ. നീ കോളേജിലെ പിള്ളേരുടെ കണ്ണിലുണിയും ഒലക്കിട മൂടൊക്കെ ആയിരിക്കും. പക്ഷെ അതെന്നോട് വേണ്ട. സച്ചിന്റെ കാര്യങ്ങൾ ഇടംകൂലിടാൻ വന്ന പൊന്നു മോനെ സൂരജ്, നീ വിവരം അറിയും. സൂരജിന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്ന സച്ചിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ഞാൻ ഈ പിള്ളേരുടെ എല്ലാം കണ്ണിലുണ്ണിയായിട്ടുണ്ടെങ്കിൽ അതെന്റെ സ്വഭാവം കൊണ്ടാണ്, അല്ലാതെ നിന്നെ പോലെ എന്നെ കൊണ്ട് കൂടുതലൊരൊന്നും പറയിപ്പിക്കണ്ട. സൂരജ് വിട്ടുകൊടുത്തില്ല. അത് പറഞ്ഞ് സൂരജ് ആമിയെ നോക്കിയപ്പോൾ അവൾ അവനെ ഒന്ന് പുച്ഛിച്ചു. ആമി വാ. മിലി അവിടേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ചുവന്ന കണ്ണുകളോട് തന്നെ നോക്കി നിൽക്കുന്ന സച്ചിൻ. ആമി അവിടെ നിന്ന് പോയതും സൂരജ് സച്ചിനെ നേരെ തിരിഞ്ഞു. ഇതിന്റെ പേരിൽ അവളുടെ പിന്നാലെങ്ങാനും നീ പോയാൽ അവന്റെ കണ്ണുകൾ നോക്കി സൂരജ് പറഞ്ഞു കേട്ട് യാതൊരു കൂസലില്ല സച്ചിൻ ചോദിച്ചു. അതപ്പോ കാണിച്ചു തരാം. സൂരജ് അത് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. കൂടെ നിന്ന കുട്ടികളെല്ലാം അവനെ നോക്കി പുഞ്ചിരിച്ചു. തിരിച്ചവനും അതേപോലെ. നീ എന്തിനാ അവരുടെ വയക്കിന് പോയത്? മിലി അവളെ ബദാമരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നിർത്തി ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ലടി. സത്യം, ഞാൻ ഫോൺ ചെയ്ത് തിരിഞ്ഞപ്പോൾ അയാളൊന്നും അറിയാതെ തട്ടി. അതില് കയ്യിലെ ചായ ഗ്ലാസ് താഴെ വീണു. ഞാൻ സോറി പറഞ്ഞതാ. അതൊന്നും ആള് കേട്ടില്ല. അതിനാണ് ഈ പ്രാസനം. ആമി അവിടെയുള്ള ബെഞ്ചിലിരുന്നു. ആ ചേട്ടൻ നന്നായി. ഇല്ലെങ്കിൽ ആബി പറഞ്ഞ് ആമിയെ നോക്കുമ്പോൾ ഇപ്പൊ ആബിയെ കയ്യിൽ കിട്ടിയ ചുട്ടു തിന്നു എന്ന ഭാവത്തിലാണ്. ഇല്ലെങ്കിൽ എന്താ, എന്നെ കടിച്ചെന്നൊന്നുമില്ലല്ലോ? ആമി ദേഷ്യത്തോട് അവളെ നോക്കി ചോദിച്ചു. എടി അതല്ല, ആ സൂര്യചേട്ടൻ. ഏത് സൂര്യചേട്ടൻ? നിനക്ക് കേട്ടില്ലാണ്ടാണോ ആ സാധ്യതയെ പിടിച്ചാക്കിയത്? ആമി ഇരുന്നിടത്ത് എഴുന്നേറ്റോണ്ട് ചോദിച്ചു. സൂരജ് മതിയോ? ആബി ഒരടി പുറകിലേക്ക് നീക്കിക്കൊണ്ട് പറഞ്ഞു. ആമി ഒന്ന് അമർത്തിയ മൂളി അവിടെ തന്നെ ഇരുന്നു. ആ സൂരജ് പറഞ്ഞ നീയും കേട്ടതല്ലേ? ആ സച്ചിൻ അത്ര നല്ല പുള്ളിയൊന്നും അല്ല എന്ന് തോന്നുന്നു. ആബി പറഞ്ഞു കേട്ട മിലി അതിന്റെ തലയാട്ടി. അതിന്റെ കോലം കണ്ടാൽ തന്നെ അറിയാം ഏതോ കഞ്ചാവാണെന്ന്. മിലി ബാക്കി ഭാഗം പൂരിപ്പിച്ചു. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? അയാൾ എന്തോ ആയിക്കോട്ടെ, അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അത് ഞങ്ങൾക്കും അറിയാം നിന്നെ ബാധിക്കില്ലെന്ന്. ഇനി അയാൾ എന്തെങ്കിലും പറഞ്ഞ അങ്ങോട്ട് പോയി കൊളുത്തരുത്. ഞാൻ ഒന്നിനില്ല. ആമി എഴുന്നേറ്റ് പവിയുടെ കൈയും പിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴാണ് സൂരജിന്റെ പിറകിൽ നിന്നുള്ള വിളി വന്നത്. എടോ, താനിനി അവരോട് അധികം എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ ആരോട് അടുക്കണമെന്നോ അടുക്കണ്ട എന്നൊന്നും താൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല.
അവളുടെ മുന്നിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദിയുണ്ട്. അത് കണക്കിലെടുത്ത് എന്റെ പുറകെ വരണ്ട. കൈ രണ്ടും ശബ്ദത്തിൽ അടിച്ച് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ചൊറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. സൂരജ് അവൾ പോകുന്ന വഴിയെ നോക്കി ആരോടുന്നില്ലാതെ പറഞ്ഞു. ക്ലാസ്സിലിരുന്നിട്ട് അവൾക്ക് അവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തലവേദനയെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു. ആബിയും മിലിയും വരാമെന്ന് പറഞ്ഞെങ്കിലും അവൾ അത് വേണ്ടെന്ന് പറഞ്ഞു. ആബിയുടെ വീട്ടിൽ പോയി അമ്മച്ചിയോട് ചാവി വാങ്ങി അകത്തേക്ക് കയറി. കുളി കഴിഞ്ഞ് ഈറൻ തോർത്ത് തലയിൽ ചുറ്റി അവൾ അടുക്കളയിൽ കയറി ഒരു ചായ ഇട്ടു. ഉമ്മറപ്പടിയിൽ നിന്ന് ചായ കുടിക്കുന്നവളുടെ കണ്ണുകൾ പല ആവർത്തി ഗേറ്റിലേക്ക് നീണ്ടു. ചായ കുടിച്ച് തലമെല്ലെ പുറകിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. ഓർമ്മകളിൽ സച്ചിൻ കടന്നു വന്നു. അവന്റെ നോട്ടം അവിടെ ഉള്ളിൽ ചെറിയ ഭയം പൊട്ടിമുളച്ചു. കണ്ണുകൾ അടിച്ചു കിടന്ന് അവൾ പതിയെ ഉറക്കത്തിലേക്ക് വീണു. ആരുടെയോ കൈ അവളുടെ ചുമലിൽ പതിഞ്ഞപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. തൊട്ടടുത്ത് ആദ്യമായി കണ്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. എന്താണിത്? വാതിൽ തുറന്നിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നേ? കള്ളം കയറിയ പോലും അറിയില്ലല്ലോ. ആദ്യം അവളുടെ അടുത്ത് പടിയിലിരുന്നു കൊണ്ട് ചോദിച്ചു. വെറുതെ ഒന്ന് കണ്ണടച്ചതായിരുന്നു, ഉറങ്ങിപ്പോയി. ആവി മുഖാമർത്തി തുടിച്ചു. നീ എന്താ നേരത്തെ ക്ലാസ്സില്ലേ? ആദ്യ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഭയങ്കര തലവേദന, ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങ് പോന്നു. ആവി പറഞ്ഞു കേട്ട് അവന്റെ കൈകൾ അവളുടെ നെറ്റിയിലേക്ക് നീണ്ടു. അവളുടെ മനസ്സിലെ ഭയം അവന്റെ സാമീപ്യത്തിൽ വ്യത്യാസം വരുന്നതായി തോന്നി അവൾക്ക്. ചൂടൊന്നുമില്ലല്ലോ, പിന്നെന്തു പറ്റി? ആദ്യം ചോദിക്കുന്ന കേട്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പനിയൊന്നില്ല, ഇത് വേറെ എന്തോ ആയിരിക്കും. അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം അവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. തീരെ വയ്യേ? മുഖയ്ക്ക് വല്ലാതിരിക്കുന്നുണ്ടല്ലോ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വയ്യ ആദ്യേട്ടാ, ഇതിപ്പം മാറും. അല്ല, ആദ്യേട്ടൻ എന്താ നേരത്തെ? ആമി സംശയത്തോടെ അവനെ നോക്കി. ഒരു പേപ്പർ എടുക്കാനുണ്ട്, അതിന് വന്നപ്പോഴാണ് ഇവിടെ ഒരാൾ വാതിലും മലർത്തി തുറന്നു വെച്ച് ഉറങ്ങുന്നത് കണ്ടത്. അവൻ പടിയിൽ നിന്ന് എഴുന്നേറ്റു ഷൂ ഊരി വെച്ച് അകത്തേക്ക് കയറി. ആദ്യേട്ടൻ ചായ എടുക്കട്ടെ? ആമി തറയിൽ നിന്ന് ചായ ഗ്ലാസ് എടുത്തുകൊണ്ട് അകത്തേക്ക് വിളിച്ച് ചോദിച്ചു. വേണ്ട, ഞാനിപ്പോൾ കഴിച്ചിട്ടേ ഉള്ളൂ. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഓ, ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചാണ് പോകുന്നത്. ആദ്യം മറുപടിയായി മൂളിക്കൊണ്ട് മുകളിലേക്ക് കയറി. ആമി അടുക്കളയിൽ പോയി ഗ്ലാസ് കഴുകി വെച്ച് തിരിച്ചു വരുമ്പോൾ ആദ്യ കയ്യിൽ ഒരു പേപ്പറുമായി ഇറങ്ങി വന്നിരുന്നു. ഞാൻ പോവാ, രാത്രി മിക്കവാറും വൈകും. നീ മാർട്ടിൻ സാറിന്റെ വീട്ടിലേക്ക് വെക്കും, വന്നിട്ട് ഞാൻ വിളിക്കാം. തലവേദനയ്ക്ക് ഉള്ളതല്ലേ, തനിച്ചിവിടെ നിൽക്കേണ്ട. പേപ്പറിലേക്ക് നോക്കിക്കൊണ്ടാണ് അവൻ പറയുന്നതെങ്കിലും അവന്റെ ശബ്ദം അവളോടുള്ള കരുതലുണ്ടായിരുന്നു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. മറുപടി ഒന്നും കിട്ടാതെ കണ്ടപ്പോൾ ആദ്യം നോക്കുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ആമിയെ കണ്ട് അവന്റെ ചുവടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടോ? അവളുടെ മുന്നിലൂടെ കൈവീശിക്കൊണ്ട് ആദ്യം ചോദിച്ചു കേട്ടപ്പോഴാണ് ആമി ബോധത്തിലേക്ക് വന്നത്. കേട്ടോ, ഞാൻ വിളക്ക് വെച്ചിട്ട് പൊക്കോളാം. ആമി പെട്ടെന്ന് അവനെ നോക്കി പറഞ്ഞു. എന്നാൽ അതുവരെ പോയി കിടന്നു, വാതിൽ നല്ലപോലെ ലോക്ക് ചെയ്തേക്ക്. അവളുടെ കവിളിൽ തട്ടി പറഞ്ഞ് അവൻ ഉമ്മറത്തേക്ക് ഇറങ്ങി. ആമി കവിളിലൊന്ന് കൈ ചേർത്തു. പുഞ്ചിരോട് ഉമ്മറത്തേക്ക് നടന്നു. ആദ്യ യാത്ര പറഞ്ഞിറങ്ങി. അവന്റെ കാർ ഗേറ്റ് കടന്നു പോകുന്നതുവരെ അവൾ ഉമ്മറത്ത് നിന്നു.